നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കാണിക്കുന്ന DIYകളിൽ കൂടുതൽ പേര് റിസൾട്ട് പറയും, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നുന്നതും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചലഞ്ചിൽ നമ്മളൊരു ഫേസ് പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആൻഡ് ഗ്ലോ, അതുപോലെ തന്നെ നമുക്കൊരു ആൻറ്റി ഏജിങ് ഫേസ് പൗഡർ ആണെന്നും പറഞ്ഞിട്ട് അത് കുറേ പേര് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി കുറേ നല്ല കമൻസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് പേഴ്സണലി അത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് വീണ്ടും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. കാരണം വെച്ചാല് നമ്മൾ കുറേ അധികം ഈ ഫേസ് വന്നിട്ട് നാച്ചുറൽ ഗ്ലോ ആവാൻ കുറെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കുറെ അധികം എന്താ പറയാ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കുറേ പൈസ മുടക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ പൈസക്ക് നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും നല്ലതാ, ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതെന്നെ പേഴ്സണൽ എക്സ്പീരിയൻസും കുറേ പേര് നമുക്ക് കമന്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് കുറേയും കൂടി ചെറുപ്പാക്കി വെക്കും. അതേപോലെ നമ്മുടെ ഫേസിന്റെ ഡാമേജസ് നന്നായിട്ട് മാറ്റി നല്ല സ്മൂത്ത് ആൻഡ് ഫേസ് നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് നാച്ചുറൽ ഗ്ലോ ആയിട്ട് പോകാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നിയത് അത്രയും നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എനിക്കിപ്പോൾ ഇത് വീണ്ടും ചെയ്തുകൊണ്ട് എനിക്ക് അത്ര വലിയ വ്യൂസ് കിട്ടണമെന്നൊന്നും ഇല്ല, പക്ഷെ ഇത് അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വേണോ വേണ്ട ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും, അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, കണ്ടിട്ട് നമുക്കൊരു ഇത് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കാനും കൂടി വേണ്ടിയിട്ടാണ്. കുറെ പേര് നമ്മൾ എപ്പോഴും കാണിക്കുമ്പോൾ ഇതിൽ ഏതാ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറെ പേരുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ചെയ്യണേ. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്തും കാണിച്ചു തരാം. നമുക്ക് ആവശ്യത്തിന് ഫ്ലാക്സ് സീഡ് ഇല്ലേ, ഫ്ലാക്സ് സീഡ് അത് നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊന്ന് കഴുകുമ്പോൾ ഒരു വഴുവഴുപ്പ് വന്നാലും നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പൊ നല്ല നീറ്റാവും. നമ്മൾ ഫേസിലൊക്കെ ഫേസ് വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നമ്മളത് ഉണങ്ങി കഴിയുമ്പോൾ നല്ലോണം ഉണക്കാവില്ലേ. അപ്പൊ ഉണക്കിയത് കൊണ്ടുവന്നിട്ട് നമ്മള് ഒരു ചെറിയ ഉണങ്ങുമ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ നല്ലതാ, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ നല്ലോണം തന്നെ നല്ല നൈസായിട്ട് പൊടിക്കാം. അപ്പൊ ഇത് ഞാൻ ഏകദേശം ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡിന്റെ പൗഡറാണ് നമ്മളിപ്പോ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഫ്ലാക്സ് സീഡ് കഴുകുക, ഉണക്കുക, വേണമെങ്കിൽ ഒന്ന് ചൂടാക്കുക, നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ്. ഇത് മുതിരയല്ല കേട്ടോ, ഫ്ലാക്സ് സീഡ് ചണവിത്താണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ കിട്ടും. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അതിന്റെ ഒരു ബേസിനായിട്ട് ഞാനിവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള കടലമാവ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് ഒരു ബൗൾ തന്നെ, നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ് സ്യൂട്ട് ആയിട്ടുള്ള, ചിലർക്ക് ഓട്സ് ആവും സ്യൂട്ട്, ചിലർക്ക് മുൾട്ടാണിമിറ്റി ആവും സ്യൂട്ട്. എപ്പോഴും നമ്മള് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പൗഡർ എടുക്കുക. അപ്പൊ റൈസ് പൗഡർ ഒക്കെ എത്ര സ്മൂത്ത് ആന്ന് പറഞ്ഞാൽ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും തരിതരിപ്പ് ആവുന്ന അത്ര നല്ലതല്ലല്ലോ. നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ഒരു ഡാമേജ് ആവും, ചെറിയ സ്ക്രാച്ചസ് വന്നിട്ട് എന്നും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴേ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കടലമാവോ അതുപോലെ ഓട്സിന്റെ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ മുൾട്ടാണിമിട്ടി ഏതെങ്കിലും ക്ലേകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചോ നിങ്ങൾക്ക് സ്യൂട്ട് ആവണതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോ ഒട്ടുമിക്ക സ്കിന്നിനും എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആയതും ഈ കടലമാവാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കടലമാവ് ഫേസ് വാഷിൽ ആഡ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് എടുത്തിരിക്കണം. ഇനിയിപ്പോ ചെറുപയർ പൊടിയാണ് നിങ്ങൾക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ അതോ നിങ്ങൾക്ക് ഒരു ബൗൾ ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു ബൗളിലാക്കി ഒരു ജാറിലാക്കി മാറ്റി വെക്കുക. ഇത് ഏകദേശം ഒരു 1-2 മാസത്തോളം പുറത്ത് തന്നെ കേടാവാണ്ടിരിക്കും. നമുക്ക് 2 നേരം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ എടുക്കാം. നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്, നല്ലോണം ബ്രൈറ്റനിങ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും ഡാമേജസ്, എനിക്ക് ഒരു അത്യാവശ്യം ഒരു വൈറലായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ ഞാൻ മേടിച്ചിട്ട് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ട്രയൽ ഞാൻ ചെയ്ത് നോക്കിട്ടോ. ഫേസിൽ അവിടെ ഇവിടെയൊക്കെ കുരു വന്നു. അതുപോലെ തന്നെ ആ കുരു അവിടെ ഇരുന്നെങ്കിൽ പാടായി പെട്ടെന്നാണ് എനിക്ക് ഫെയ്ഡായിട്ട് നല്ലോണം എനിക്ക് കുറെ കൂടി ഡള്ളായൊക്കെ പോലെ ആയി. അത് ഇട്ടതിന് ശേഷം ആ ഒരു അലർജി പോലെ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പൊന്ന് ഇത് ഇത്ര നല്ലതായിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ നമുക്ക് സംഭവം എന്തെങ്കിലുമൊക്കെ അതിന്റെ ഒരു ഗുണങ്ങൾ അത് ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസം മനസ്സിലാകുമ്പോഴാണ് ആ ഒരു ഗുണം മനസ്സിലാവുക. അതാണ് ഞാൻ വീണ്ടും ചെയ്യാൻ. അപ്പൊ നമുക്കിത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1/2 സ്പൂൺ ഒരു നേരത്തേക്ക് മതി കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളത്തിലോ പാലിലോ തൈരിലോ ആഴ്ചയിലോ ഒരിക്കൽ വേണമെങ്കിൽ തൈരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസിലോ വെജിറ്റബിൾ ജ്യൂസിലോ ഇപ്പോൾ നമ്മുടെ റോസ് വാട്ടറിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ ശുദ്ധമായ വെള്ളത്തിലാണ് മിക്സ് ചെയ്യണത്. നിങ്ങൾക്ക് ഇത് പാലിൽ കുറുക്കി ഉപയോഗിക്കാം. അപ്പോഴും അടിപൊളി റിസൾട്ടാണ്. ഇതിനേക്കാൾ റിസൾട്ടാണ് പാലിൽ കുറുക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എല്ലാവർക്കും എപ്പോഴും സാധിക്കില്ലല്ലോ, കുറച്ച് സമയമൊക്കെ എടുക്കണ്ട കുറിക്കാനൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം.
അടിപൊളിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇതാണെങ്കിൽ സൂപ്പർ ആട്ടോ. അപ്പൊ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വെക്കാട്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു വഴുവഴുപ്പ് മാതിരിയാവും. ശരിക്കും ഒരു ഫേസ് വാഷിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. എന്നിട്ട് നമുക്കിത് ഫേസ് വാഷ് ആയിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫേസിൽ സാധാരണ നമ്മളിങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ മുഖം കഴുകിയിട്ടാണല്ലോ എപ്പോഴും ഫേസ് വാഷ് ഇടാം. അതുമാതിരി പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ വരും. ഒപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് നല്ലോണം സ്കിന്നുണ്ടല്ലോ, സ്കിന്നൊക്കെ നമുക്ക് ആ ബാരിയറൊക്കെ നന്നായിട്ട് ഡാമേജസ് ഒക്കെ മാറി നമ്മളിപ്പോൾ ഏതെങ്കിലും ബ്രൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത് നിർത്തി ഫേസൊക്കെ കംപ്ലീറ്റ് കേടായിട്ടിരിക്കുകയാണെങ്കിൽ, ഡാമേജ് ആയിട്ടിരിക്കുക, അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ, ആ പോളിഷ്ഡ് ആ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് നമുക്ക് തോന്നിക്കും കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളൊന്ന് വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫേസ് വാഷ് നമുക്ക് മിൽക്കിൽ കുറുക്കി എടുക്കുകയാണെങ്കിലും നല്ലതാട്ടോ. അതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറുക്കി ഒരു തിക്ക് ക്രീം ആക്കിയിട്ട് ഫേസ് പാക്കോ ഫേസ് വാഷോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോഴും നമുക്ക് റിസൾട്ട് കൂടുതലായിട്ട് തന്നെ കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, അത് കുറുക്കി എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കഴുകാം. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല രീതിക്ക് തന്നെ കൺട്രോൾഡ് ആവും. നമുക്കിങ്ങനെ ആദ്യമൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഉള്ളതൊക്കെ നന്നായിട്ട് റിമൂവ് ആവും നമ്മൾ എന്ന് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് അധികം പയ്യെ അത് വരാതാവും. അതായത് നമ്മുടെ സ്കിന്ന് നല്ലോണം പോളിഷ്ഡ് ആവും, നല്ലോണം ആ ഒരു ടൈറ്റായിട്ട് നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ട് തോന്നിക്കും. അപ്പം ഫേസിൽ കുറച്ച് നേരം വെച്ചാൽ നല്ലതാ. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ 1 മിനിറ്റോളം തന്നെ മസാജ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു കുറച്ചും കൂടി നേരം ഇരിക്കുമ്പോഴേ നല്ല റിസൾട്ടാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൈറ്റനിങ്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫേസിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും. എനിക്കൊരു അത്യാവശ്യം ഡള്ളായിട്ടുണ്ടായിരുന്നു ആ ഫൗണ്ടേഷൻ ഇട്ടിട്ട്. ഞാനാണെങ്കിൽ അത് 2 മേടിക്കുകയും ചെയ്തു. എൻ്റെ പൈസ പോയി എന്നുള്ളതാണ്, എനിക്ക് പറ്റാണ്ടായിരിക്കാം. അപ്പോൾ അത് നല്ല വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഗ്ലോ, നാച്ചുറൽ ഗ്ലോ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് തോന്നിക്കണേ. ഫസ്റ്റ് യൂസ് നമുക്കൊരു ബ്രൈറ്റനിങ് ഒക്കെയാണ്, കുറച്ച് ഗ്ലോ ഒക്കെ തോന്നും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നമുക്കത് നിൽക്കുള്ള ഫേസിന് പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്കും ഫേസൊക്കെ കുറച്ചും കൂടി ഡിഫറൻസ് നമുക്ക് തോന്നിക്കുന്നുണ്ടാവും. ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയ പോലെ ഇല്ലേ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് ഫേസിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏജ് തോന്നിക്കുന്ന ഫേസ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഫേസ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതേപോലെ ഫേസിൽ നാച്ചുറലായിട്ട് തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് എപ്പോഴും കുറച്ച് ഡാർക്കായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് കുറുക്കി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതായത് കുറച്ച് പാലിലോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളത്തിലോ നന്നായിട്ട് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി എടുത്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പം എപ്പോഴും നമ്മൾ പൗഡറാക്കി എടുത്തിടുന്നതാണ് നമുക്ക് എപ്പോഴും ഫേസ് വാഷ് ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര വ്യത്യാസം അതിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കിത് വീണ്ടും ചെയ്യാനുള്ള കാരണം എനിക്ക് അത്രയും നന്നായതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് മിക്കവരുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ എടുക്കുന്നതാണ് ഈ ഫ്ലാക്സ് സീഡ്. ഉണ്ടാവാണ്ടിരിക്കില്ല. നമ്മൾ ഓവർനൈറ്റ് സോക്ക്ഡ് എന്താ പറയുക, നമ്മുടെ ഓവർനൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും സ്മൂത്തീസ്, അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മളിങ്ങനെ ഉണ്ടൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ പൊടി ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ അതിലൊക്കെ നമ്മൾ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവരുടെ വീട്ടിലുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. 2 ഇൻഗ്രീഡിയൻറ്റ് മതി, വളരെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഞാൻ ഡെയിലി ഫേസ് വാഷ് ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അത് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. അതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. നമ്മൾ ചെയ്യും തോന്നാണല്ലോ, ചെയ്യുമ്പോൾ നന്നായതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. പക്ഷെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മാറ്റം, ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കത് വീഡിയോ വീണ്ടും ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.